Good morning, all. Good morning, ma'am. Okay. Hero, any angle? Morning, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് എവിടെ വരെ എടുത്തു നിർത്തിയത്? Financial position. പ്രോബ്ലംസിലെ പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ വരെയാണ് എടുത്തു നിർത്തിയത്. നമുക്കറിയാം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസുകളും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. കാരണം നമുക്കറിയാം യൂണിയനുകളൊക്കെ വളരെയധികം നല്ല രീതിയിലല്ല എങ്കിൽ ചിലപ്പോൾ അത് ബിസിനസ്സിന് കുറച്ചും കൂടി അല്ലേ താറുമാറാക്കാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അപ്പൊ നമ്മള് ഒരു 5th പോയിന്റ് വരെ അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യാലോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കുന്നത് ഇനാക്റ്റീവ് ഫങ്ഷനിങ് ആണ് അല്ലെ. എന്താണ് നിഷ്ക്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങളാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇഫ് ട്രേഡ് യൂണിയൻസ് ഹാവ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ദേ കാനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, ദാറ്റ് ഈസ് ഇൻ ആൻ ആക്റ്റീവ് വേ. അതായത് ഇപ്പൊ ഇൻ കേസ് ഒരുപാട് നമ്മൾ കണ്ടായിരുന്നു, അവിടെയുള്ള മെമ്പേഴ്സിൽ നിന്നാണ് കൂടുതലായിട്ട് ഫണ്ട് അവർക്ക് സ്വരൂപിക്കാനായിട്ട് പറ്റുക. അവിടെ മെമ്പേഴ്സ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ യൂണിയനിൽ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഫണ്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. അങ്ങനെ ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള യൂണിയനുകളാണ് എങ്കിൽ അവർക്ക് കാര്യക്ഷമമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നമുക്കറിയാം ഇതിനും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മസ്റ്റായിട്ടും അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാവേണ്ടതാണ്. The workers become demotivated and the performance of the union goes down. Okay. അപ്പൊ അവരെന്ത് ചെയ്യും? ഇങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാത്ത യൂണിയനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വർക്കേഴ്സിനും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവര് നിർവഹിച്ചു വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് എന്താണ് അതിൽ മെമ്പർഷിപ്പ് എടുക്കാനും അല്ലെങ്കിൽ അതിനോട് ഒത്തൊരുമിച്ച് പോകാനായിട്ടും അവര് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല അല്ലെ. അവര് ഡിമോട്ടിവേറ്റ് ആവും. എന്നുവെച്ചാൽ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് വലിയ ഇതായിട്ട് അവര് മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോഴോ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. കാരണം ആക്റ്റീവായിട്ടുള്ള പെർഫോമൻസ് ആ യൂണിയനിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് വിചാരിച്ച നേട്ടങ്ങൾ യൂണിയന്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. വർക്കിന്റെ ബേസിൽ അവർ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കില്ല. ഇതിന് ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ വിക്ടിമൈസേഷൻ. എന്താണ് വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്? ഒരു വേർതിരിവ് അല്ലെ. അത് എല്ലായിടത്തും അല്ലെ, യൂണിയനിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കറിയാം അതൊരു പ്രോബ്ലം തന്നെയാണ്. This word simply means that a certain person is a victim or has been blamed for faced an unfair behavior. Okay, നമുക്കറിയാം ഒരു അനാവശ്യമായിട്ട് അത് അനിവാര്യമായിട്ടുള്ള ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടം പേഴ്സൺസിനെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളൊക്കെ ചിലപ്പോൾ അത്ര എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പ്രോബ്ലംസിനൊന്നും ഒരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് എന്താണ് യൂണിയൻ തയ്യാറായെന്ന് വരില്ല. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്ന കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ വേണമെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവര് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും യൂണിയന്റെ നേതൃത്വത്തിൽ ഉണ്ടാവാം. Then these include instituting
an employee regularly to separating himself from the union and its activities discrimination only because he is a member of a trade union, severely punishing an employee, etc. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇതിൽ മെമ്പർഷിപ്പ് എടുത്തവരോട് പ്രത്യേക വേർതിരിവ് കാണിക്കുന്നുണ്ടാവും അല്ലെ, അവരും യൂണിയനിലെ മെമ്പർ ആണല്ലോ എന്നുള്ള കൺസിഡറേഷനിൽ അവരോട് ചിലപ്പോ എന്താണ് അവിടെ കമ്പനിയിൽ ഉള്ളവരൊക്കെ ചിലപ്പോ എന്തെങ്കിലും വേർതിരിവ് കാണിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. രണ്ട് രീതിയിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാം. രണ്ട് രീതിയിലും എംപ്ലോയിക്ക് ഈ ഒരു മെമ്പർഷിപ്പുമായിട്ട് ചിലപ്പോ എന്താണ് ഒരു വേർതിരിവ് ഫീൽ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്നല്ല കേട്ടോ, എന്തെങ്കിലും റയർ ആയിട്ട് ഇങ്ങനത്തെ കേസുകളും അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു വേർതിരിവ് എന്നൊരു ഫീലിങ്സ് അതിൽ മെമ്പേഴ്സിന് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് നിങ്ങളുടെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം, അബ്രിവേഷൻ ഒക്കെ നോക്കി വെക്കുക. പിന്നെ ജസ്റ്റ് അല്ലെ എന്താ നമുക്കറിയാം ഷോർട്ട് ക്വസ്റ്റ്യനോ എസ്സേ ക്വസ്റ്റ്യനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് ജസ്റ്റ് ആ ഹെഡിങ്സും മീനിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവാം. എന്തെങ്കിലും അബ്രിവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ പ്രത്യേകമായിട്ട് നമുക്കറിയാം എന്താണ് ഇതിന്റെ ഫണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവിടെ തീർച്ചയായിട്ടും ആ പോലെ അല്ലെ ഒരു ആ പോയിന്റിലുണ്ട്. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ട്രേഡ് യൂണിയൻ അല്ലെ, വിച്ച് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇൻ എ ട്രേഡ് യൂണിയൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ആണ് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അത്രയും ബേസിക് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിച്ചു കാണാറില്ല. ഓക്കെ, ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം, കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, നിങ്ങളുടെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? അപ്പൊ പ്രതീക്ഷ വലിയ ടഫൊന്നുമില്ല അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോകുക. പക്ഷെ പോയിന്റ്സുകളൊക്കെ എന്തായാലും മനസ്സിലാക്കി വെക്കുക. കാരണം വല്ല ഇന്ത്യയിലേക്ക് വരുമ്പോഴൊക്കെ ജസ്റ്റ് എന്താണ് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് എക്സാമുകളേക്കാൾ ഉപരി നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ വൈഡായിട്ട് നമ്മൾ പഠിച്ച് വെക്കണം എന്നല്ല. ഓക്കെ, അത് നമ്മളെ അറിയിക്കും. എന്തായാലും പോർഷൻസ് ഒന്നും കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ ധാരാളം എഴുതിയില്ലേ നമ്മുടെ പുറത്ത്. ഈ ഫിഫ്ത് ചാപ്റ്റർ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ തീർക്കാം. കളക്റ്റീവ് ബാർഗെയിനിങ് കൂടി ഉള്ള ഒരു പോർഷനാണ് നമുക്കുള്ളത്. രണ്ട് മൂന്ന് ക്ലാസ് ഉണ്ടോ? ഒന്ന് രണ്ടാണ്. ഓക്കെ, 3 ക്ലാസ് കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ആ ക്ലാസ് കൊണ്ട് ഫിഫ്ത് ചാപ്റ്റർ ഒക്കെ ആവും 3 ക്ലാസ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. എന്നാലും സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ. സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് കൂടുതൽ എടുക്കാനില്ലേ? അപ്പോ അത് ചിലപ്പോ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട വരെയായിരിക്കും. അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ ഉടനീളം അല്ലെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ട്രേഡ് യൂണിയൻ ആണ്, അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇങ്ങനെ വിലപേശി കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ആ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. The concept of collective bargaining was the first originated by Sydney and Whitfield in Britain and also by Gombas in the USA. Okay, ഇതൊക്കെ originated. അവിടെ നിന്നാണ് അത് collective bargaining എന്നുള്ളത് പദം ഉത്ഭവിച്ചു വന്നത്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സിഡ്നി അല്ലെങ്കിൽ വിറ്റ്ഫീൽഡിൽ നിന്ന് ബ്രിട്ടൻ ആൻഡ് ഓൾസോ ഗോംബസ് ഇൻ USA അല്ലെ, അവിടങ്ങളിൽ നിന്നൊക്കെയാണ് collective bargaining എന്നുള്ള ആ ഒരു പേര് തന്നെ ഉത്ഭവിച്ചു വരുന്നത്. That collective bargaining can be split into 2 words, that is a collective and bargaining. രണ്ട് വേർഡ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഒന്ന് collective, then next word എന്ന് പറയുന്നത് bargaining എന്നുള്ളത്. It is a collective process because the issue associated with the employment terms and conditions are resolved by the representatives of employees and management together.
ഓക്കെ, നമുക്ക് കളക്റ്റീവ് എന്നുള്ള പ്രോസസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇഷ്യൂസ് അല്ലെ, അതിനെയാണ് നമ്മൾ ഒന്നിച്ച് നമ്മൾ കളക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ സാലറിയുടെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസിന്റെ പ്രോബ്ലംസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം അവേഴ്സിന്റെ പ്രോബ്ലംസ് ആയിരിക്കും, മേബി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പല വ്യത്യസ്ത തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ കളക്റ്റീവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ, വിലപേശുന്നത്. അപ്പൊ പ്രോബ്ലംസിനെ എല്ലാം ഒന്നിച്ച് ക്രോഡീകരിച്ചതിന് ശേഷം അതിന് ഒന്നായിട്ട് നമുക്ക് 1 by 1 ആയിട്ട് നേടിയെടുക്കാനായിട്ടാണ് ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ കളക്റ്റീവ് ആൻഡ് ബാർഗെയിനിങ് എന്ന് 2 സെപ്പറേറ്റ് വേർഡ് ആയിട്ട് വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, it is a collective process because the issues associated with the employment terms and conditions are resolved by the representatives of employees and management together. Then എങ്ങനെയാണ് അത് ഈ ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം മാനേജ്മെന്റിന്റെയും എംപ്ലോയറിന്റെയും റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആണ് അവിടെ കൂടിച്ചേർന്ന് നെഗോഷിയേഷൻ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ബാർഗെയിൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അല്ലേ? ഒക്കെയാണോ? വീണ്ടും പറയേണ്ടതുണ്ടോ? അതില് സോൾവ് ചെയ്യുന്നത് ആരൊക്കെയാന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ടുഗദർ അല്ലെ, തൊഴിലാളികളുടെ ഇടയിൽ നിന്നും മാനേജ്മെന്റിന്റെ ഇടയിൽ നിന്നും ഒക്കെ ഒന്നിച്ച് ചേർന്നിട്ടാണ് ബാർഗെയിൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ ബാർഗെയിനിങ് പ്രോസസ് ബിക്കോസ് എ മെത്തേഡ് ലൈക്ക് നെഗോഷിയേഷൻ, ഡിസ്കഷൻ, exchange of facts and ideas are used to solve an issue. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞപ്പോ ഒരുപാട് ക്ലോസ് അല്ലെ കളക്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികളുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പോലെ തന്നെ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഇത്തിരി സാലറി കൂട്ടിത്തരണമെന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ മാനേജ്മെന്റിനും അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട് അല്ലെ. അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് നേടിയെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. സോ അതുകൊണ്ട് അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുക്കാനായിട്ട് ചിലപ്പോൾ എംപ്ലോയിക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇരു കൂട്ടർക്കും പ്രോബ്ലംസുകളുണ്ട് അല്ലെ. അപ്പൊ അവരവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇങ്ങനെ ആക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, വീണ്ടും ബാർഗെയിനിങ് പ്രോസസ്സിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചർച്ചകൾ അല്ലെങ്കിൽ ഡിസ്കഷനുകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അവിടെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡിയാസ് വരും. അങ്ങനെ ഇഷ്യൂവിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ ബാർഗെയിനിങ് പ്രോസസ് ബിക്കോസ് മെത്തേഡ് ലൈക്ക് നെഗോഷിയേഷൻസ്, ഡിസ്കഷൻസ്, എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ് അല്ലെ, അവിടെ യാഥാർത്ഥ്യങ്ങളൊക്കെ പരസ്പരം കൈമാറുന്നു, ആൻഡ് ഐഡിയകളെയും കൈമാറുന്നു, ആർ യൂസ്ഡ് ടു സോൾവ് ആൻ ഇഷ്യൂസ്. അങ്ങനെ അവിടെ പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു. In collective bargaining, both parties cooperate to find a solution to the problem as a group rather than as individuals. Okay, നമുക്കറിയാം പ്രത്യേകമായിട്ടും എന്താണ് അവര് ഇരുകൂട്ടരും അല്ലെ, അവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ ഒന്നിച്ച് നിന്നിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അവിടെ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിട്ട് നിൽക്കാതെ തന്നെ നമുക്കറിയാം റെപ്രസെന്റേറ്റീവ്സ് വന്ന് തന്നെയാണ് അവരുടേതായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. There is no direct confrontation between the groups. അപ്പൊ നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് നേരിട്ട് ഒരു ഇതുകളൊന്നും ഇല്ല അല്ലെ. ഇരുകൂട്ടർക്കും കോപ്പറേറ്റീവ് ആയിട്ട് നിന്ന് തന്നെയാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കി പോകുന്നത് അല്ലെ. അവിടെ അല്ലെങ്കിൽ തർക്കത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും അത് ബിസിനസിനെ അഫക്ട് ചെയ്യും. പക്ഷെ പരസ്പരം യോജിച്ചുള്ള ഒരു തീരുമാനത്തിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. അത് വിലപേശി നമ്മൾ കാര്യസംഗീതം എന്താണ് ബോധ്യപ്പെടുത്തിയിട്ട് ഇതിനെതിരനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇരു കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അല്ലെ. എംപ്ലോയീസിന് മാത്രമല്ല അവിടെ ഇഷ്യൂസ് വരുന്നത്. ഇരു കൂട്ടരെയും ഇഷ്യൂസുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയോന്നാണ് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ശരിയാണോ? ചിലപ്പോഴൊക്കെ ചെറുതായിട്ട് എവിടെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു കാണാറുണ്ട്.
ഇമ്പോർട്ടന്റ് ഒന്നല്ല എങ്കിലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തേല്. അതേമാതിരി തന്നെ എന്താണ് ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കളക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ട്, ഇരുകൂട്ടരുടെയും ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ അതേപോലെ തന്നെ ബാർഗെയിൻ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അവിടെ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ട് നമുക്ക് ബാർഗെയിൻ നടത്താം, ഡിസ്കഷൻ നടത്തിയിട്ട് ബാർഗെയിൻ ചെയ്യാം, എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്സ് അല്ലെ, കൃത്യമായിട്ടുള്ള നമുക്കറിയാം ഡോക്യുമെന്റ്സ് പ്രകാരം തന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അതിനൊരു തീരുമാനം കണ്ടെത്താനൊക്കെ സാധിക്കും. അങ്ങനെ ഐഡിയാസ് ഒക്കെ കണ്ടെത്തിയിട്ടാണ് അവരൊരു സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പൊ ഏതൊക്കെ മെത്തേഡ് അവിടെ ചർച്ചകളും ഡിസ്കഷൻസുകളും ഒക്കെ ഉണ്ടായി ഈ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അവിടെ അത് നോക്കാം. For example, in our daily lives, while purchasing vegetables or fruits from the market, everyone includes in negotiations and bargaining with the vendor to reach the best price deal. Okay, അവിടെ തീർച്ചയായിട്ടും അവിടെ എന്താണ് അവിടെ ഒരു ഇത് വെച്ചേക്കാണ് അല്ലെ, പർച്ചേസിങ് വെജിറ്റബിൾസ് വേണ്ടിയിട്ടുള്ള ഷോപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സുമായി ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ് കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ബാർഗെയിൻ വിത്ത് വെൻഡർ ടു ഫിക്സ് ദ ബെസ്റ്റ് പ്രൈസ് ഡീല്. നമ്മളിപ്പോ ഒരു സെയിൽസിൽ നമ്മൾ കടക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താണ് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ വില പേശും അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് മേടിക്കുന്ന ഓക്കെ ഇപ്പൊ 50 രൂപയുടെ സാധനമാണെങ്കിൽ 45 രൂപ കുറച്ച് തരോ അല്ലെ, ഒരു 5 രൂപ ഡിസ്കൗണ്ട് തരോ എന്നൊക്കെ ഒരു വില പേശൽ അവിടെ നടത്തും കസ്റ്റമേഴ്സ്. ചിലപ്പോൾ ഇപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ് ഒന്നും വിലപേശലൊന്നും ഇല്ലാതെ തന്നെ പറയുന്ന കാശ് എന്താണ് നേരിട്ടല്ല കൊടുക്കുന്നത്, ഗൂഗിൾ പേ ഒക്കെ ചെയ്താണ് കൊടുത്ത് അല്ലെ, അങ്ങനെ പോകുന്നവരും ഉണ്ടാകാം. പക്ഷെ അല്ലാതെ വിലപേശുന്ന ഒരു വെണ്ടറെ നമുക്ക് കാണാം അല്ലെ, അവിടെ കസ്റ്റമറും വെണ്ടറും തമ്മിൽ അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്ന ഒരു രീതിയും കാണാം. Okay, similarly, various types of negotiation are found in the work environment related to problems of employee, which can be termed as a collective bargaining. അതുമാതിരി തന്നെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതായത് നമ്മളിപ്പോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ബാർഗെയിൻ ചെയ്ത് മേടിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ എന്താണ് ബിസിനസ് ഫീൽഡിൽ നോക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ കേസ് ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ ഡ്യൂട്ടി ബേസോ ഇതോ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ ബേസ് ചെയ്തോ എന്താണ് എന്തെങ്കിലും അല്ലെ, ഇൻ കേസ് അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വേണമെങ്കിൽ ക്യാൻറ്റീൻ സർവീസുകൾ അല്ലെങ്കിൽ എന്താണ് ട്രാവലിംഗ് പ്രോബ്ലംസ് അതെല്ലാം തന്നെ അവരെ എഫക്ട് ചെയ്ത് ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട എംപ്ലോയിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതിന് എന്തെങ്കിലും അല്ലെ ഒരു സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് എന്താണ് അവിടെ എംപ്ലോയറിന്റെ മുമ്പിൽ അവര് എന്താണ് ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ബാർഗെയിൻ ചെയ്തിട്ടാണ് അവരത് നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ചർച്ചകൾ അവർ കൊണ്ടുവരുമ്പോൾ പ്രോബ്ലംസ് ഇങ്ങനത്തെ ഇഷ്യൂസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസുകളും അവരും കൊണ്ടുവരും. പക്ഷെ ഈ കൂട്ടരും കൂടി പരസ്പരം അല്ലെ, ഇപ്പൊ നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ പറയും ഇല്ല ഞങ്ങൾക്ക് 5 രൂപയ്ക്ക് കുറച്ച് തരാനായിട്ട് സാധിക്കില്ല, ഞങ്ങൾ നേരിട്ട് ഇത്രയും രൂപയ്ക്ക് കളക്ട് വേണമെങ്കിൽ 2 രൂപ നിങ്ങൾക്ക് കുറച്ച് തരാം അല്ലെ. അങ്ങനെ ഒരു 2 rupeesലേക്ക് ചിലപ്പോൾ നമ്മളെ കൂടെ എത്തിക്കും. കാരണം അവർ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് പറയും, ഞങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ലോഡ് ഇറക്കി ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അല്ലെ പ്രോഫിറ്റബിൾ ഒന്നും കിട്ടുന്നില്ല, അപ്പൊ ഞങ്ങൾക്ക് അത്രമാത്രം 5 rupees എങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ അവരും അല്ലെ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞ മാതിരി തന്നെ എംപ്ലോയറുടേതായിട്ടുള്ള പ്രോബ്ലംസ് അവര് നിരത്തുമ്പോൾ മാനേജ്മെന്റും അല്ലെ എംപ്ലോയറുടേതായിട്ടുള്ള പ്രോബ്ലംസ് അവർ മുമ്പിൽ നിർത്തും. അങ്ങനെ ഇരുകൂട്ടരും ബാർഗെയിൻ ചെയ്തിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ അല്ലേ അല്ലെ, അങ്ങനെയല്ലേ കളക്റ്റീവ് ബാർഗെയിനിങ് നിങ്ങൾ ഗ്രഹിച്ചേക്കുന്നത്. ഓക്കെ, the objective of this process is to establish a win-win condition of employment for the representative of employees and employers. Okay, അതായത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇരുകൂട്ടർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടണം അല്ലെ, വിൻ വിൻ കണ്ടീഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിൻ വിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്? എംപ്ലോയിക്കും എംപ്ലോയറുടേതായിട്ടുള്ള ലക്ഷ്യം നേടുന്നതോടൊപ്പം തന്നെ എംപ്ലോയർക്കും എംപ്ലോയറുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയിരിക്കേണ്ടതുണ്ടാകും. It represents democratic decision making which is for the people, of the people and by the people. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് തീരുമാനം. അവിടെയുള്ള തൊഴിലാളികളും തൊഴിലുടമകളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് അവിടെ ഈ പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്.
അതുകൊണ്ട് തന്നെ പറയുന്നു ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ഇത് ഉണ്ടാക്കുന്നതും ബാർഗെയിൻ ചെയ്യുന്നതും നടപ്പാക്കുന്നതും എല്ലാം തന്നെ ആര് തന്നെയാണ്? എല്ലാം തന്നെ ജനങ്ങളാൽ തന്നെ, അല്ലെ, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എല്ലാം ആണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരിയാണോ? ഓക്കെ, കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോ വേണമെങ്കിൽ വരാട്ടോ. വിൻ വിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇരുകൂട്ടരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട്, എംപ്ലോയിക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നത് കൊണ്ടാണ് അത് വിൻ വിൻ കണ്ടീഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്, അല്ലെ. ജനങ്ങൾക്ക് വേണ്ടി തന്നെ അവർ തമ്മിൽ ബാർഗെയിൻ ചെയ്തെടുക്കുന്ന ഒരു ഡിസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തെന്ന് പറയുന്നത് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ഇനി ജയമാതിര തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ്, അല്ലെ, നമ്മളെല്ലാത്തിലും പഠിക്കുന്ന മാതിരി തന്നെ വ്യത്യസ്ത വ്യക്തികളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണുള്ളത്. According to Dale Yoder, collective bargaining is essentially a process in which employees act as a group in seeking to shape conditions and relationships in their employment. Okay. അതായത് നമ്മളൊക്കെ അറിയാം, ഇത് സാധാരണയായിട്ട് ഈ ഒരു ബാർഗെയിനിങ്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് തൊഴിൽ രംഗത്ത് വരുമ്പോൾ, അല്ലെ, അതിൽ പ്രധാനമായിട്ടും വരുമ്പോൾ ഗ്രൂപ്പായിട്ട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ. അതായത് തൊഴിലിടത്തിൽ തന്നെ നല്ലൊരു ഷേപ്പ് കണ്ടീഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബന്ധവും അതേമാതിരി തന്നെ നല്ല സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു ഇതാണ് എന്താ പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അതായത് നല്ല ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആരും ഇരുകൂട്ടരുടെയും പ്രോബ്ലംസ് അവിടെ നിരത്തുന്നുണ്ട്. ഇരുകൂട്ടർക്കും സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ തീരുമാനത്തിലെത്തുന്നത്, അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം ചർച്ച നടത്തി പോകുന്നുള്ള രീതിയിൽ തന്നെ പോകും, അല്ലെ. ഇൻ കേസ് നെഗോഷിയേഷൻ വിളിച്ചു കൂട്ടുമ്പോൾ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇരുകൂട്ടരുടെയും പ്രോബ്ലംസുകൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, എങ്കിൽ മാത്രമാണ് ആ ചർച്ചയ്ക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുള്ളൂ, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുകയാണ് എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് in which employees act as a group in seeking to shape conditions and relationship in their employment. ആ എംപ്ലോയ്മെന്റിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അതേമാതിരി തന്നെ കണ്ടീഷൻസ്, അല്ലെ, സാഹചര്യങ്ങളും ബന്ധങ്ങളൊക്കെ അല്ലെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്, അല്ലെ, ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു കോക്സ്, എന്താണ് അക്കോർഡിംഗ് ടു കോക്സിന്റെ അഭിപ്രായത്തില്? ഇവിടെ നിങ്ങളുടെ തമ്പ് എനിക്ക് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ചിലപ്പോ തമ്പ് കാണാൻ പറ്റാതില്ല, അപ്പൊ ഞാൻ എപ്പോഴും പറയും മെസ്സേജ് അയക്കണമെന്ന് പറയും. പക്ഷെ ഇപ്പൊ തമ്പ് കാണുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് വിസിബിൾ ആയിട്ടുള്ള പ്ലേസിലായതുകൊണ്ടായിരിക്കാം. എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. Okay, according to Cox's അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? Collective bargaining is the resolution of industrial problems between the representatives of employers and the freely designated representative of employees acting collectively with a minimum of government dictation. Okay, ഇത് ബൈഹാർട്ട് ഒന്നും പഠിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് തന്നെ പഠിക്കണം, അല്ലെ. അതുപോലെ സ്പെല്ലിങ്ങും അല്ലെങ്കിൽ അതിന്റെ വേർഡ്സുകളും ഒന്നും മാറിപ്പോകാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തന്നാൽ ചിലപ്പോൾ ഇത് ആരാണ്, അല്ലെ, ഇത് ചെയ്തേക്കുന്നത്, അല്ലെ, ആരുടെ ഡെഫിനിഷൻ ആണ് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. According to Cox's അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? Collective bargaining is the resolution of industrial problems between the representatives, അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ പ്രതിനിധികളുടെ അവരുടെ, അതായത് എംപ്ലോയിയുടെ പ്രതിനിധികളും എംപ്ലോയറുടെ പ്രതിനിധികളും അവർ തമ്മിലുള്ള നെഗോഷിയേഷൻ നടത്തിയിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെ.
അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രി പ്രോബ്ലത്തിന്റെ ഒരു റെസൊല്യൂഷൻ ആണ്. ആരുടെയൊക്കെ റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയേഴ്സ് ആൻഡ് ദ ഫ്രീലി ഡെസിഗ്നേറ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെയും എംപ്ലോയിയുടെയും റെപ്രസെന്റേറ്റീവുകളുടെ ഒരു റെസൊല്യൂഷൻ ആണ് അല്ലെ എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ആക്ടിങ് കളക്റ്റീവ്ലി വിത്ത് മിനിമം ഓഫ് ഗവൺമെന്റ് ഡിക്റ്റേഷൻ. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഇരുകൂട്ടരെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ആക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ആക്ടിന്റെ ബേസ് ചെയ്ത് തന്നെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പോ മിനിമം വേജസ് ആക്ട് ഉണ്ടാവാം, ബോണസ് ആക്ട് ഉണ്ടാവാം, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കുറെ ആക്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആക്ടുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ആക്ടുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ ബാർഗെയിൻ ചെയ്യുമ്പോൾ നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കാൻ ഇരുകൂട്ടരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ നിയമത്തിന്റെ കീഴിലായിരിക്കും ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും നേടിക്കിട്ടിയില്ലെങ്കിൽ എംപ്ലോയർ ചിലപ്പോൾ എംപ്ലോയിയെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിയമത്തിന്റെ വ്യവസ്ഥകളാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ അല്ലെ. ഇത്രയും മെമ്പേഴ്സ് കൂടുതലുള്ള സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ PF വേണം, ഗ്രാറ്റുവിറ്റി വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബോണസ് വേണം, അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും എംപ്ലോയർ കൊടുക്കേണ്ടതാണ്. അത് ന്യായമായിട്ടുള്ള അവകാശമാണ്. ഇൻ കേസ് അത് കൊടുത്തില്ലെങ്കിൽ തന്നെ ലീഗലി അവർക്ക് അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ബിറ്റ്വീൻ ദ representatives of employer and the freely designated representative of employees acting collectively with a minimum of government regulations. ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ആ ആക്ടിന്റെ കീഴിലുള്ള കാര്യങ്ങളൊക്കെ കളക്റ്റീവ്ലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് റെപ്രസെന്റേറ്റീവ്സും കൂടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത്, ഒരു റെസൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരുടെ അഭിപ്രായത്തിലാണ്? ആരുടെ അഭിപ്രായമാണ്? ഓക്കെ, RF അല്ലെ. RF അല്ല, RF വരെ നമ്മൾ പഠിച്ചിട്ടില്ല. ഫോക്സ് ആണ്, COX. അക്കോർഡിംഗ് ടു ഫോക്സിന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു RF ഫോക്സി ആണ്. അവരുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് എ മോഡ് ഓഫ് ഫിക്സിംഗ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് by means of a bargaining between an organized body of employees and an employer or an association of employees, usually acting to authorized agent. The essence of a collective bargaining is a bargaining between industrial parties and not a decrease from outside parties. നമുക്കറിയാം, തീർച്ചയായിട്ടും നമ്മളുടെ തൊഴിൽ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ അല്ലെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പുറത്തു നിന്ന് ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഔട്ട്സൈഡ് പാർട്ടീസിന്റെ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ ബാർഗെയിൻ നടപ്പാക്കുന്നത് അല്ലെ. ബാർഗെയിൻ നടപ്പാക്കുന്നത് അവിടെയുള്ള തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും തൊഴിലുടമയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ബാർഗെയിനിങ് നടക്കുന്നത് അല്ലെ. അപ്പൊ ഹോക്സിന്റെ എന്താണ് RF ഹോക്സിയുടെ അഭിപ്രായത്തില് collective bargaining is a mode of fixing the terms of employment by means of a bargaining. അവിടെ ടേംസുകൾ അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിയമാവലികൾ എല്ലാം തന്നെ കൊണ്ടുവരുന്നത് എന്തിന്റെ ബേസിലാണ്? ബാർഗെയിനിങ്ങിന്റെ വിലപേശലിന്റെ ബേസിലാണ് കൊണ്ടുവരുന്നത്. ആരൊക്കെ തമ്മിലുള്ള ബാർഗെയിനിങ് ആണ്? അൺഓർഗനൈസ്ഡ് ബോഡി ഓഫ് എംപ്ലോയീസ് ആൻഡ് അൺ എംപ്ലോയർ ഓർ അൻ അസോസിയേഷൻ ഓഫ് എംപ്ലോയേഴ്സ്, യൂഷ്വലി ആക്ടിംഗ് ടു ഓതറൈസ്ഡ് ഏജൻസ്. ഓക്കെ, നമുക്കറിയാം ചിലപ്പോൾ ഏജൻസി ആയിട്ട് അല്ലെ, ഇൻ കേസ് എംപ്ലോയറുടെ ഒരു പ്രതിനിധികൾ ചിലപ്പോൾ വേറെ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ എംപ്ലോയിയുടെ പ്രതിനിധികളൊക്കെ. ഇൻ കേസ് നമുക്കറിയാം ബോത്ത് ഓഫ് ദ പേഴ്സൺസിന്റെ അല്ലെ അവരുടെ നീഡ്സുകൾ നമ്മൾ ആക്റ്റീവായിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബാർഗെയിനിങ് നടത്തുന്നത്. അതിൽ ബോത്ത് പാർട്ടീസ് എന്ന് പറയുന്നത് എംപ്ലോയറും എംപ്ലോയിയാണ് അല്ലെ. പക്ഷെ എംപ്ലോയർക്ക് വേണ്ടി റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏജൻസി ഉണ്ടാവാം, എംപ്ലോയിക്ക് വേണ്ടിയിട്ടും റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമുക്ക് ഏജൻസി, നമുക്കറിയാം ട്രേഡ് യൂണിയൻ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ യൂണിയൻ നേതാക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏജന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. ഇരുകൂട്ടരും ബാർഗെയിൻ ചെയ്തെടുക്കുന്നത് രണ്ട് കൂട്ടരുടെയും സൊല്യൂഷൻസ് അല്ലെ. അവിടെ പ്രോബ്ലംസ് ഉണ്ടാവാം ഇരുകൂട്ടർക്കും, അത് വിലപേശിയിട്ടാണ് അവരൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നത്. The essence of a collective bargaining is a bargaining between industrial parties and not a dictation from outside parties. ഓക്കെ, അതിന്റെ ഉള്ളിലുള്ള പാർട്ടീസിനെ
എന്താണ് കുറച്ച് അല്ലെ നല്ല പ്രധാനപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ ഒരു ഇൻഡസ്ട്രീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള തൊഴിലാളികളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമുക്കറിയാം പുറത്ത് ജനങ്ങൾ അല്ലെങ്കിൽ പുറത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആ യൂണിയന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വ്യക്തികളുടെ അല്ലെ കാര്യങ്ങൾ അവിടെയുള്ള തൊഴിലുടമയുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനായിട്ടാണ് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മള് എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ളത് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഒരു 2-3 ഡെഫിനിഷൻസും കൊടുത്തു. ആ ഹെഡിങ് ഡെഫിനിഷൻസ് അവരുടെ വ്യക്തികളുടെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് എ കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കളക്റ്റീവ് ബാർഗൈനിങ്ങുമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ കളക്റ്റീവ്, അതിന്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കളക്റ്റീവ് ആണ്. സെക്കൻഡ് വൺ ഈക്വൽ ബാർഗൈനിങ് സ്ട്രെങ്ത്, flexible, voluntary, then continuous, dynamic, power relation, representation, then okay, എന്തായാലും ഒരു 12 എണ്ണം ഉണ്ട് ഫീച്ചേഴ്സ് ആയിട്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയ അതായത് ബാർഗൈനിങ് നടത്തുന്നത് ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ടാണ്, അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കും. Then first point നോക്കാം കളക്റ്റീവ്. It is a collective in two ways. Firstly, the workers bargain collectively for the common interest and welfare of the workers. Secondly, the management and the workers mutually arrive at an agreement beneficial on for both through negotiation. Okay. About first, ആദ്യത്തെ കാര്യം എന്താ പറയുന്നത്? Firstly, the workers bargaining collectively for the common interest and the welfare of the workers. Okay, നമ്മള് ഇപ്പോ അല്ലെ ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്താണ് ഇത്രയും അല്ലെ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടിയും എല്ലാ ഡ്യൂട്ടീസും ഉള്ള ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കുറെ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ക്ഷേമത്തിന്, വർക്കേഴ്സിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള ഒരു കാര്യം പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് two ways. Firstly, workers bargain collectively for the common interest and the welfare of the workers. Secondly, management and workers. അപ്പൊ അവിടെ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഓക്കെ. വീണ്ടും എന്താണ് മാനേജ്മെന്റിനും ഇതിൻ്റെതായിട്ട് നമുക്കറിയാം ഫണ്ട് ഇറക്കി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഫിനാൻസ് അത് കൈകാര്യം ചെയ്യേണ്ടത് ഹാൻഡിൽ ചെയ്യേണ്ടത് എംപ്ലോയർ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ ബിസിനസ് നഷ്ടത്തിലേക്ക് പോയാൽ നമുക്കറിയാം ഇരുകൂട്ടർക്കും അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാർഗൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അവനവന് ഏർണിങ്സ് അല്ലെ, അവരവരുടെ ബിസിനസ് ഏർണിങ്സ് ബേസ് ചെയ്തിട്ടാണ്
തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ നേടേണ്ടത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് എന്ന് പറയുന്നത് കളക്റ്റീവ് 2 വേസിലാണ്. അതായത് ഫസ്റ്റ്ലി അവിടെയുള്ള മാനേജ്മെന്റിനും ഉണ്ട്, അതോടൊപ്പം തന്നെ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് അത് നമുക്കറിയാം. അവിടെ തീർച്ചയായിട്ടും ഇരുകൂട്ടർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ അതിനെന്താ പറയുന്നത്, ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത്. ബോത്ത് ദ പാർട്ടീസ് ഹാവ് ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് ആൻഡ് ദാറ്റ് ഈസ് ബാർഗെയിനിങ് ഫ്രം എ പൊസിഷൻ ഓഫ് ഈക്വൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഇൻ കേസ് അല്ലെ അവിടെ ബാർഗെയിനിങ് ഇരുകൂട്ടർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫീച്ചർ കളക്റ്റീവ് ബാർഗെയിനിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. Both the parties began from a position of equal strength as their bargaining strength is equal. അല്ലെ, അവിടെ ഈക്വൽ ഇരുകൂട്ടർക്കും തുല്യമായി തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശം നേടിയെടുക്കാനുള്ള പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറയുന്നത് എന്താണ്, ദിസ് പ്രോസസ് ക്യാൻ ബി കോൾഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അറ്റ് ദ വർക്ക് പ്ലേസ്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വ്യവസായപരമായിട്ടുള്ള ഒരു ഡെമോക്രസിക്ക്, ഒരു ഐക്യത്തിനും അല്ലെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഇരുകൂട്ടർക്ക് നേടിയെടുക്കാനുള്ളത് കൊണ്ട് തന്നെ അത് ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് ആണ് അതിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് ഈക്വലി ഉള്ളതാണ് അല്ലെ. അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പറയുന്നതോടൊപ്പം തൊഴിലുടമയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നിരത്താനുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രോസസ് ആയതുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് ആണ് വിശേഷിപ്പിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഫ്ലെക്സിബിൾ. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്? മാറ്റങ്ങൾ അല്ലെ, മാറ്റം വരുത്താം. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻ വിച്ച് representative of workers and management utilize their energies or rigidity of thoughts and ideas should be avoided for a smooth bargaining process. Okay, അതായത് തീർച്ചയായിട്ടും എന്താണ്, ഇൻ കേസ് അല്ലെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ, എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് എന്തായാലും ഒരു തീരുമാനങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഫ്ലെക്സിബിൾ ആണെന്നുള്ള ഒരു തരം തന്നെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഇൻഫ്ലെക്സിബിൾ ഓർ റിജിഡിറ്റി ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഷുഡ് ബി അവോയ്ഡഡ് ഫോർ എ സ്മൂത്ത് ബാർഗെയിനിങ് പ്രോസസ്. നല്ലൊരു ബാർഗെയിനിങ് പ്രോസസ് നടത്തണമെങ്കിൽ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റേണ്ടതാണ് അല്ലെ. കളക്റ്റീവ് ബാർഗെയിനിങ് ഇസ് എ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് വേർ ദ concerned parties arrive at a solution by exchanging their diverse views. Okay, അവിടെ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് അവരുടെ ഇത് വരുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലാളികളുടെ വർക്കിംഗ് കണ്ടീഷൻ ശരിയാക്കണമെന്നുണ്ടാവും, സാലറി ചെയ്യണമെന്നുണ്ടാവാം, അങ്ങനെയൊക്കെ കുറെ മാറ്റേഴ്സുകൾ ഉണ്ടാവും. അപ്പൊ തൊഴിലുടമയ്ക്കും ഉണ്ടാവും അവരുടെ വ്യൂ പോയിന്റ്സിൽ. ഓക്കെ, ഞങ്ങൾ ഇത്രയും ഫണ്ട് ഇറക്കി, ഞങ്ങളിപ്പോ സ്ഥാപിച്ചതാണ് ആ ബിൽഡിങ്, അതിന്റെ യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്, നിങ്ങൾ പറയുന്ന സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ അല്ലെ. അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും അവര് നിർത്തിവെക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എന്നിട്ടാണ് ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ആ ഒരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു അവരിപ്പോ പുതിയതായിട്ട് പണിതേക്കുന്ന ബിൽഡിങ്ങിനൊക്കെ യൂട്ടിലൈസേഷൻ കുറവാണെങ്കിൽ അവരിപ്പോ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും അല്ലെ. അപ്പൊ ഈ ചേഞ്ചുകൾ അനിവാര്യമാണ് അല്ലെ. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ വരുത്തിയതിനു ശേഷമായിരിക്കും ഈ ബാർഗെയിനിങ് പവറും യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുള്ളൂ. സോ ദിസ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അല്ലെ, വൈവിധ്യമാർന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സവിശേഷത തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് ഉണ്ട്. കാരണം ഇവിടെ ഇരുകൂട്ടരെയും അല്ലെ, നമ്മളിപ്പോ എന്താണെങ്കിലും മാനേജ്മെന്റിനും അതായത് എംപ്ലോയിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പ്രോബ്ലംസുകളൊക്കെ ആ രീതിയിലായിരിക്കും സോൾവ് ചെയ്ത് പോകേണ്ടതായിട്ട് ഉണ്ടാവുക. ഓക്കെ, ടെസ്റ്റ് വായിച്ചു നോക്കാം. ഉറച്ചെടുക്കുന്നുള്ളൂ, കാരണം ഒന്നിച്ചെടുത്ത് പോരടിപ്പിക്കുന്നില്ല. ടെസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കുള്ളത് വോളണ്ടറി അല്ലെ, അവിടെ കളക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അതേമാതിരി ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതേമാതിരി തന്നെ ഫ്ലെക്സിബിൾ ആണ്. അത് നമ്മൾ എന്താണ് ഓരോരുത്തരുടെയും ഡൈവേഴ്സ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ച് നമ്മളത് കണ്ടെത്തി. നെക്സ്റ്റ് വോളണ്ടറി. എന്താണ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയാണെന്നുള്ളത് അല്ലെ. ആരെയും ഒരു ഫോഴ്സ് ചെയ്തിട്ടല്ല നമ്മൾ ഈ പറഞ്ഞ ബാർഗെയിനിങ് കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. The act of coming together with the workers management cannot be forced or imposed upon anyone. ആരെയും ഫോഴ്സ് ചെയ്തിട്ടല്ല ഇത്തരത്തിലുള്ള ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ട് ഇങ്ങനെ ബാർഗെയിനിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. Both the parties have volunteered to have a productive dialogues on various troubling issues. Okay, ഒരു കൂട്ടർ നമുക്കറിയാം അല്ലെ, ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ച് ചെയ്യുമ്പോഴായിരിക്കും നമുക്കറിയാം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ബോധ്യങ്ങളൊക്കെ അവര് തുറന്നടിച്ച് സംസാരിക്കും അല്ലെ. അവരുടെ ഡയലോഗുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ നിങ്ങൾ പറയുന്ന കത്തിച്ച് തീക്കുരി പോലെ അങ്ങോട്ട് പ്രസംഗിച്ച് തന്നെ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എടുത്തു കാണിക്കും അല്ലെ. നമ്മളിപ്പോ പല ചർച്ചകളൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, വ്യൂ ഓഫ് അതിലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് both the parties are volunteer to have a productive dialogue on various troubling issues. View of each other are scrutinized extensively or to find an agreeable solutions. Okay, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് അതിന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് ഏറ്റവും അല്ലെ എന്താണ് പ്രധാനമായിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുക അല്ലെ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അപ്പൊ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ വോളണ്ടറി പ്രോസസ്. അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു സ്വമേധയുള്ള ഒരു പ്രോസസ്സാണ് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം അവിടെ ഇരുകൂട്ടർക്കും സംസാരിക്കാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇരുകൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വോളണ്ടറി പ്രോസസ് ആണ്. ഹെൻസ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ വോളണ്ടറി പ്രോസസ്. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. കേലേ അടുത്തത് ഒരു കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. എന്താണ് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ കാരണം കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ് which begins with the negotiations and ends with the agreement. Okay, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് വൺ ടൈം പ്രോസസ് ആണ്. വൺ ടൈം പ്രോസസ് ആണ്. ബിഗിൻസ് വിത്ത് നെഗോഷിയേഷൻസ് ആൻഡ് എൻഡ്സ് വിത്ത് എഗ്രിമെന്റ്. ഓക്കെ, അത് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ചർച്ചകളിലൂടെയാണ് ബിഗിൻ ചെയ്യുന്നത്. അതായത് ഇരുകൂട്ടരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടെങ്കിൽ അവര് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ദെൻ ചർച്ചയിലൂടെയാണ് അതിന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ വിത്ത് എഗ്രിമെന്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ചർച്ചകളെല്ലാം വരുമ്പോൾ അല്ലെ മിക്കപ്പോഴും ആ ചർച്ച അറസിപ്പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. പക്ഷെ ചർച്ച അത് ഗുണകരമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും കൂടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ. അത് മാത്രമല്ല ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അല്ലെ മാറ്റർ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ടാവും അല്ലെ. ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം വരുത്തിയതിനു ശേഷമാണ് അവര് ഫൈനൽ ഡിസിഷൻ ഒക്കെ എടുക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ് when two parties agree on a matter it is just the starting of a collective bargaining. എല്ലാവരും എന്താണ് ഈ ഒരു മാറ്ററെ കുറിച്ചിട്ട് അല്ലെ തീർച്ചയായിട്ടും ഇങ്ങനെ ഓൺഗോയിങ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള ഡിസ്കഷനിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു സ്റ്റാർട്ടിങ് അല്ലെ. ഇത് ജസ്റ്റ് ദ സ്റ്റാർട്ടിങ് ദ കളക്റ്റീവ് ബാർഗെയിനിങ്. ദിസ് എഗ്രിമെന്റ് ഹാസ് ടു ഇംപ്ലിമെന്റഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ ആൻഡ് ഫ്യൂച്ചർ നെഗോഷിയേഷൻ ഷുഡ് ബി ഇനിഷ്യേറ്റഡ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല മനസ്സിലാക്കാനായിട്ട്. അതായത് നെഗോഷിയേഷൻ വിളിച്ചു കൂട്ടിയിട്ടായിരിക്കും ഇരുവരുടെയും പ്രോബ്ലംസ് ചർച്ച ചെയ്യുന്നത്.
ഇരുകൂടെ ചർച്ച ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവർ നിരത്തും അല്ലെ. എംപ്ലോയറുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എംപ്ലോയിയുടേതായിട്ടുള്ള കാര്യങ്ങൾ വരും. ദെൻ അവസാനം നമ്മൾ എന്തായിരുന്നു ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഈ തീരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എഗ്രിമെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ചർച്ചകൾ അലസി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണ്ടും മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടായിരിക്കും ചർച്ച നടക്കുന്നത്. അവസാനം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്ന ഒരു തരത്തിലേക്കാവും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നുള്ളത് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ചെയ്യണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോഴും നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് itself is a dynamic one. As the concept undergoes a lot of changes and develops over time. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൈനാമിക് അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ചലനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് as the concept undergoes a lot of changes and develop over time. There are several changes in the manner agreement arrive, their implementation process and the cognitive abilities of the parties. Okay, അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ ഇവിടെ എഗ്രിമെന്റ്സ് വരുമെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ നേരത്തെ ക്വാളിറ്റിയിൽ നമ്മൾ കണ്ടെത്തി. അതേമാതിരി തന്നെ ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ, എന്നുവെച്ചാൽ നടപ്പാക്കി കൊണ്ടുപോകുന്നത്. ദ കളക്റ്റീവ് കളക്റ്റീവ് എബിലിറ്റീസ് ഓഫ് ദ പാർട്ടീസ് ദിസ് റാപ്പിഡ് ചേഞ്ച് ആർ റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ പ്രോസസ് ഡൈനാമിക് ആൻഡ് ഇൻവോൾവ്ഡ്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ പറഞ്ഞ മാതിരി ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു കഴിവ് വേണം അല്ലെ. ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നടപ്പാക്കിയ ചിലപ്പോ ആണെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തിലൊക്കെ ആയിരിക്കും ചേഞ്ചസ് വരുത്താനൊക്കെ വരുന്നത്. അപ്പൊ ആ ചേഞ്ചസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് അല്ലെ. ഇവൻ ചിലപ്പോ വേണമെങ്കിൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ കയറാനൊക്കെ വരും. നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് പഠിച്ചെടുത്തതിന് ശേഷമാണ് അതിനെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ കണ്ടെത്തിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ, നടപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. ദീസ് റാപ്പിഡ് ചേഞ്ചസ്, ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തുന്നത് സമയമൊക്കെ എടുത്ത് ചിലപ്പോ ആണെങ്കിൽ പെട്ടെന്നായിരിക്കും ആ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. Then responsible for making process dynamic and has evolved on. അപ്പൊ അത് എന്ന് പറയുന്നത് ആ പ്രോസസ്സുമായിട്ട് ഒരു ചലനാത്മകമായിട്ടുള്ള കാര്യമാണ്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രോസസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് വരാം. കാരണം അവരുടേതായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇങ്ങനെ മാറ്റിയാൽ ശരിയാവും അല്ലെ. അത് പെട്ടെന്ന് തന്നെ അതൊരു സൊല്യൂഷൻ കണ്ടെത്തി നടപ്പാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഡൈനാമിക് എന്ന് പറയാം, ചലനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാവുന്നതാണ്. ഓക്കെയാണോ? ഓക്കെ, നിങ്ങൾ വീണ്ടും 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അടുത്തത് നോക്കാം. എന്താണ് നമ്മള് നെക്സ്റ്റ് കാണാനുള്ളത്? ഡൈനാമിക് ആണെന്ന് കണ്ടു അല്ലെ? ഈ പവർ റിലേഷൻഷിപ്പ്. എന്താണ് പവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? The workers and the management share a relationship in which both want to extract the maximum from each other by offering the least. അല്ലെ? അവിടെ നമുക്കറിയാം എപ്പോഴും ഇരു കൂട്ടർക്കും ഒരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോയാൽ മാത്രമേ ബിസിനസ്സിന് വലിയ പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പരസ്പര ബന്ധം അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അതിനു വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ബൈ ഓഫറിംഗ് ദ ലേസ്റ്റ് അല്ലെ? അല്ലെ പ്രധാനമായിട്ടും ഏറ്റവും നല്ലത് ഇരു കൂട്ടരുടെ ബന്ധം ഒരുപോലെ നല്ല കാത്തു സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും. അവർ concerns can only be reached when they draw back from their positions and accept less than their demands and give more than what is offered initially. Okay. നമുക്കറിയാം ഒരു സമയവായം എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു രീതി അല്ലെ? ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് ഏതാണോ ഇരു കൂട്ടർക്ക് പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു രീതി അല്ലെ? അതാണ് ചർച്ച നടത്തി കഴിയുമ്പോൾ പരിഹാരത്തിലെത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വെണ്ടറും അല്ലെ ഒരു കസ്റ്റമറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുമ്പോൾ അല്ലെ അവര് ഒരു 5 രൂപ എന്ന് ചോദിച്ച് എന്നുള്ള പോയിന്റിലേക്ക് വരുമ്പോൾ അവരെന്താണ് വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ഒരു 2 രൂപയെങ്കിലും കുറച്ച് കൊടുക്കാനുള്ള ഒരു സാങ്ഷനിലേക്ക് എത്തുന്നു അല്ലെ? എന്ന് പറഞ്ഞ മാതിരി എന്താണ് അവരുടെ ബന്ധത്തിന് പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിരിക്കും എപ്പോഴും ശ്രമിക്കുന്നത്. This help management to hold on to its power and control on workplace matters. അപ്പൊ നമുക്കറിയാം മാനേജ്മെന്റിന് അവരുടെ പവർ ഒന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യം വരില്ല അല്ലെ? ചർച്ചയൊക്കെ നടത്തിയിട്ട് ഫുള്ളായിട്ട് അവർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. അവരുടേതായിട്ടുള്ള പ്രോബ്ലംസ് കേൾക്കാനായിട്ടും അല്ലെ പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ഒരു സാഹചര്യം അനുകൂലമാകുന്നു. The unions also apply this policy to strengthen their hold over workers and retain their powers. അത് മാത്രമല്ല യൂണിയനാണ് ഇപ്പൊ ഒരു ബാർഗെയിൻ ചെയ്യാനായിട്ട് അല്ലെ നമ്മുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് യൂണിയൻ നേതാക്കളാണ് ശ്രമിക്കുന്നതെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. കാരണം ഇരു കൂട്ടരും വിഷമിപ്പിക്കാതെ ഒരു പരസ്പര ഐക്യത്തോട് കൂടിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ടാണ് തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് തൊഴിലുടമയ്ക്കും അവരുടെ കൺട്രോളിംഗ് പവർ നഷ്ടമാകുന്നില്ല. അതേമാതിരി തന്നെ യൂണിയൻ നേതാക്കൾക്കും അവിടെയുള്ള സ്ട്രെങ്ത് അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ആ രീതിയിലൊരു പവർ റിലേഷൻഷിപ്പ് കളക്റ്റീവ് ബാർഗെയിന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അല്ലേ? നമുക്ക് ചെറിയ പോയിന്റ്സ് ആണ് നോക്കാം. റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ഇൻ കളക്റ്റീവ് ബാർഗെയിനിങ് ദ മെയിൻ participants do not represent themselves. They represent the claims of the workers and the management when negotiating. അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ചർച്ചകൾ നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് അവിടെ അല്ലെ പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരായിരിക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനത്തിന് മുന്നോട്ട് നിൽക്കുന്നത്. ചിലത് വേണ്ടാന്നുള്ള ഒരു ഓപ്പോസിറ്റ് ഉണ്ടാവാം, ചിലത് വേണമെന്നുള്ളതിന് ഒരു കൈയടിയൊക്കെ ഉണ്ടാവാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും റെപ്രസെന്റേറ്റീവ്സ് ആണ് പ്രധാനമായിട്ടും അവിടെ അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ പ്രാവർത്തികമാക്കുന്നത്. Collective bargaining requires that the representatives of unions deal directly with the employers. നമുക്കറിയാം യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ടായിരിക്കും റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത്. അവരെ നേരിട്ട് തൊഴിലുടമയായിട്ട് ആണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. The unions are authorized to bargain with the employers on work related matters. അവർക്കാണെങ്കിൽ അതിനുള്ള അംഗീകാരമുണ്ട് അല്ലെ? തൊഴിലാളികളുടെ ലീഡർമാർക്കൊക്കെ എന്താണ് അവരുടെ അതിനുള്ള അംഗീകാരങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് ഡയറക്റ്റ് ആയിട്ട് തൊഴിലുടമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് the unions are authorized to bargain with the employers on work related matters. നമുക്കറിയാം വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ എല്ലാം തന്നെ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു. അപ്പൊ റെപ്രസെന്റേറ്റീവ്സ് ആണ് കേസ് നമുക്കറിയാം തൊഴിലുടമയ്ക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാനേജ്മെന്റ് ആയിരിക്കും നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് തൊഴിലാളികൾക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത് യൂണിയൻ നേതാക്കളായിരിക്കും ഇല്ലേ? അങ്ങനെയായിരിക്കില്ലേ? ആയിരിക്കുമോ? ബാക്കി 4 പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും ഓക്കെ. എനിവേ എന്തായാലും നമുക്ക് 2 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും അല്ലെ?
ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.